നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി എഫ്.സിയുടെ റിസർവ് ടീമും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരില്ലാത്ത 8 ഗോളിൻ്റെ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡറൻ കപ്പിൽ നോഹ സദോയുടെ ഹാട്രിക്കും കെവിൻ പെപ്രയുടെ ഹാട്രിക്കും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 32-ാം മിനിറ്റിലും 49-ാം മിനിറ്റിലും 76-ാം മിനിറ്റിലും നോഹ സദോയ് ഗോൾ അടിച്ചപ്പോൾ പെപ്ര 39-ാം മിനിറ്റിലും 45-ാം മിനിറ്റിലും 53-ാം മിനിറ്റിലും ഗോളുകൾ നേടി. അതിനുശേഷം ഇന്ത്യൻ താരമായ ഇഷാൻ പണ്ഡിത ഇറങ്ങി 86-ാം മിനിറ്റിലും 87-ാം മിനിറ്റിലും ഗോളുകൾ നേടിക്കൊടുത്തു. അങ്ങനെ 8 ഗോളുകൾ അവസാനം മത്സരം തീരുകയായിരുന്നു. എന്തായാലും അടുത്ത മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത് ISL ടീം തന്നെയായ പഞ്ചാബ് എഫ്.സിക്കെതിരെ വൈകുന്നേരം 4 മണിക്ക് ആണ് ഇറങ്ങുന്നത്. എന്തായാലും മത്സരമെല്ലാം ലൈവ് ടെലികാസ്റ്റിംഗ് നിങ്ങൾക്ക് മൊബൈലിലൂടെയും ചാനലിലൂടെയും കാണാൻ സാധിക്കുന്നതാണ്. പഞ്ചാബ് എഫ്.സിക്കെതിരെ ഇന്ന് കഴിഞ്ഞ മത്സരത്തിലെ സെയിം ലൈനപ്പ് ഇറക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പഞ്ചാബ് എഫ്.സിക്കെതിരെ എത്ര ഗോളിന് വിജയിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ വിക്ടർ മോങ്കലിനെയും CK വിനീതിനെയും വീണ്ടും സൈൻ ചെയ്തിരിക്കുകയാണ് ടീം. എന്തായാലും കേരളത്തിൽ ഇനിയും CK വിനീതിൻ്റെ പന്ത് തട്ടൽ കാണാൻ സാധിക്കും. CK വിനീതിനെ തൃശ്ശൂർ മാജിക് സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള സൂപ്പർ ലീഗ്. എന്തായാലും CK വിനീത് മികച്ച രീതിയിൽ കളിക്കട്ടെ എന്ന് ആശംസിക്കാം. ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി നിരവധി ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് CK വിനീത്. അതേപോലെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ താരമായ വിക്ടർ മോങ്കിലിനെയും സൈൻ ചെയ്തിരിക്കുകയാണ്. വിക്ടർ മോങ്കിലിനെ മലപ്പുറം FC സൈൻ ചെയ്തതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും കണ്ടു തന്നെ ഇരിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി.